ചോർന്നൊലിക്കുന്ന പുരയിൽ നിന്നും ചിതൽ വീണ് ഭക്ഷണം കഴിക്കാനാവാതെ ബുദ്ധിമുട്ടിയ അമ്മയ്ക്ക് ഒരു സ്വപ്ന ഭവനം നൽകി നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ സ്കൂളിലെ പാചക തൊഴിലാളി ദമയന്തി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. അമ്മയ്ക്ക് വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ച 8 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചലും താക്കോൽ ദാനവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ. ബിന്ദു മെയ് 1 നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 1 രാവിലെ 11:30 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ. ബിന്ദു താക്കോൽ ദാനം നിർവഹിക്കും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, കേരള സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ RN അൻസാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു, വലപ്പാട് SHO MK രമേശ്, എസ്.എൻ. ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി EG ബാബു, ചലച്ചിത്ര താരം റിയ ഇഷ, സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, നാട്ടിക SNDP യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് എന്നിവർ മുഖ്യാതിഥികളാവും. NSS യൂണിറ്റിന്റെ രണ്ടാമത്തെ വീടാണ് മെയ് 1 നൽകാൻ പോകുന്നത്. സ്കൂളിലെ നിർധനനായ ഒരു വിദ്യാർത്ഥിക്ക് NSS യൂണിറ്റ് മുൻപ് വീട് പണിത് നൽകിയിരുന്നു. ഇതുകൂടാതെ ഒരു വിദ്യാർത്ഥിയുടെ ജപ്തി നടപടി നേരിട്ട വീടിന്റെ ആധാരം NSS യൂണിറ്റ് പണം അടച്ച് തിരിച്ചെടുത്ത് നൽകിയിരുന്നു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ വിവിധ ചലഞ്ചുകൾ നടത്തിയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സഹായം കൊണ്ടാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ജയ ബിനി GSB, സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, ഹെഡ്മിസ്ട്രസ് മിനിജ R. വിജയൻ, PTA പ്രസിഡന്റ് PSP നസീർ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ EB എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. എസ്.എൻ. ട്രസ്റ്റ് സ്കൂളിലെ NSS യൂണിറ്റ് കുട്ടികളും ഒക്കെ ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കഴിഞ്ഞു. മെയ് 1 നമ്മുടെ ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ താക്കോൽ ദാനം പാലുകാച്ചി താക്കോൽ ദാനം ചെയ്യുകയാണ്.